ഹലോ ഗൈസ്, ഇന്ന് നേരത്തെ തന്നെ എല്ലാ പണിയും കഴിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ കൊച്ചു ഗ്രാമം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഉമ്മാനും കാണാൻ വിചാരിച്ചത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അത് ചെന്നതാണ് നല്ല മുട്ട പണിയായിട്ട് കിട്ടിയത്. ഇനിയും കുട്ടികളെ കണ്ടേ കഴിയുമ്പോൾ തേങ്ങ ഇടാൻ ആളെ വിളിച്ചിട്ട് ഉമ്മാക്കൊരു കൈസായ ഓലും വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം ഏട്ടത്തിന് മക്കളെ ഓലും വിളിച്ചിട്ടോ ഓലും വന്നേ. അങ്ങനെ എല്ലാവരും പാടെ വേഗം തേങ്ങയ്ക്ക് പൊറുക്കി കൂട്ടുക. ഇത് കഴിഞ്ഞാൽ പുഴയിൽ പോകണമെന്നുണ്ട് പ്ലാന്. അപ്പോൾ പുഴയിൽ പോകണമെന്നുണ്ടെങ്കിൽ വേഗം തേങ്ങ പൊറുക്കിക്കോന്ന് എല്ലാവരും നല്ല ആത്മാർത്ഥയിൽ പൊറുക്കുകയാണ് കേട്ടോ. ആമിൻ്റെ ആത്മാർത്ഥതയൊക്കെ ഒന്നുകൊണ്ട് കണ്ടപ്പോൾ നിന്നിട്ടോ. പിന്നെ ഓളായിരുന്നു ഇറങ്ങണില്ലേട്ടോ. പിന്നെ ഓളെ കൊണ്ട് കുടുങ്ങിയിട്ട് ഈ ചങ്ങായി ഓളെ കൊണ്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ അവൾ ഇറങ്ങുമ്പോൾ വിചാരിച്ചിട്ട് കുട്ടി കുറേ കറക്കി വെക്കിയിട്ട് എന്ത് കാട്ടിയിട്ട് ഈ പെണ്ണ് ഇറങ്ങണില്ല. പിന്നെ ഓളിയും തേങ്ങയും പാടെ കേട്ടോ കൊണ്ടുപോയി. ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല, എവിടെ ചെന്നാലും ഇങ്ങനത്തെ ഒരു വണ്ടി ഓൾ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയിട്ടോ. പിന്നെ ഓളതിന്ന് ഇറങ്ങണമില്ല കേട്ടോ. പിന്നെ ഓളിയും തെങ്ങിയും പാടെ ഏതായാലും അവിടേക്ക് എത്തിച്ചിട്ടോ. ഇതാണ് ഞങ്ങളെ കൊടുമ്പുളിമാരം. ഈ കൊടുമ്പുളിമാരത്തുമ്പോൾ ഇന്നും ഒരു കൊടുമ്പുളി ഇല്ല കേട്ടോ. എവിടെ ചെന്നാലും മരത്തമ്മ കയറൽ എൻ്റെ കുട്ടിക്ക് ഒരു ഇഷ്ടമാണ് കേട്ടോ. അത് ഏതായാലും ഓനെ നടത്തിട്ടോ. പിന്നെ ഏതായാലും ഇപ്രാവശ്യം ഓൻ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിട്ടോ. ഈ കുട്ടി ഉണ്ടെങ്കിൽ ഒരു കളിക്കൂലട്ടോ. ഫുള്ള് തേങ്ങ തിരയലും പൊറുക്കലും കൊണ്ടയിടലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും എല്ലാ തേങ്ങയും പൊറുക്കി കൂട്ടി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ പെണ്ണിന് ഉന്തുവണ്ടിയിൽ പോകണം പറഞ്ഞാണ്ട് ഓൾ ഫുള്ള് കറക്കാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനായിട്ട് എന്തിനാവും പോവാതെക്കണെന്ന് പറഞ്ഞിട്ട് ഞാനും കറങ്ങിയിട്ടോ. എൻ്റെ കറക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോ കരിക്കും കൈ പിടിച്ചിരിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് ഈമാൻ കൂടിയായിരുന്നല്ലോ കേട്ടോ. കറക്കും പറഞ്ഞാണ്ട് ഫുള്ള് മുഖം പൊത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കരിക്ക് കുടിച്ചാൽ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം പണിയൊന്നും എടുത്തിട്ടില്ലെങ്കിലും കരിക്ക് കുടിച്ചാവും മുന്നിൽക്കുണ്ടേ. കരിക്ക് കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് എല്ലാവരും ചോറുന്നാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ ചോറൊക്കെ കൊണ്ടു നിൽക്കണത്. ഇലയൊക്കെ വെട്ടിയിട്ട് ചോറുന്നാന്ന് വിചാരിച്ചിട്ട് ഈ വീട് പൂട്ടി കിടക്കുക കേട്ടോ. ഞങ്ങൾ എപ്പോഴേലും ഒന്ന് ക്ലീൻ ആക്കുള്ളൂ, അതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ തേങ്ങടലും ചോറെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.